നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇപ്പൊ എന്ത് അവസ്ഥയാണ്, പ്രശ്നങ്ങളാണോ, അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥ മാറാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനി അപ്പോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഭഗവാനി ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് വന്നിട്ടുണ്ട്, ഇനി കാർഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നും കൂടെ നോക്കാം. ഓം നമഃ ശിവായ. ഇല്ല, ഒരു കാർഡേ ഉള്ളൂ. വളരെ അർത്ഥവത്തായ കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. നെഗറ്റീവ് ഇതിലേക്ക് പോകരുത്, ഡിപ്രഷനിലേക്കൊന്നും പോകരുതെന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് നമ്മളോട് തന്നെ വളരെ ക്രൂരമായിട്ട് പെരുമാറാറുണ്ട്. അതൊന്നും പാടില്ല എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണണം. ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ മാറും എന്നൊരു ഓപ്റ്റിമിസ്റ്റിക് ആയ ഒരു മനസ്സ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, നമുക്ക് അത് ആദ്യം നോക്കാം. നിങ്ങൾ ഇപ്പൊ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ എനർജി ഇപ്പോൾ എന്താണ്? ഒരു ട്രാപ്പ് ചെയ്ത് വളരെ നെഗറ്റീവായ മനസ്സാണ് നിങ്ങളുടെ, അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് വന്നത്. വളരെ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ മനസ്സിൽ. ഒന്നും ശരിയാവില്ല, എനിക്ക് ആരുമില്ല, എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പില് ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ അവിടെ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഇതിനകത്ത് ട്രാപ്പിൽ പെട്ടുപോയി, നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ചില സമയത്ത് ചിലരെന്താ ചെയ്യാന്നറിയോ, ഇപ്പൊ ഉള്ള അവസ്ഥ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് വരും. മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിത് ഈ പ്രശ്നങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോ വിക്ടിം മെന്റാലിറ്റി ഉള്ള ഒരാളെന്ന് പറയുമ്പോ മറ്റുള്ളവർ എന്നെ ദ്രോഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാവരും എന്നെയാണ് ഉപദ്രവിക്കുന്നത്, ഞാൻ ഇതിൽ പെട്ടുപോയതാണ് എന്ന് ബോയ് ഫ്രണ്ടിന്റെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന ഒരാള്, ഭർത്താവിന്റെ കുറ്റങ്ങൾ, ഭാര്യയുടെ കുറ്റങ്ങൾ, ഗേൾ ഫ്രണ്ടിന്റെ കുറ്റങ്ങൾ എല്ലാം മറ്റുള്ളവരോട് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാം മറ്റുള്ളവർ ചെയ്യുന്നതാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെയാണ് നിങ്ങൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ കിടക്കുന്നത്. എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ പെട്ടുപോയി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു എനർജിയാണിത്. അപ്പോ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇതാണ് നിങ്ങളുടെ മാനസികാവസ്ഥ. ഇനി നിങ്ങളുടെ ശരിക്കുമുള്ള അവസ്ഥ എന്താണ് ഭഗവാൻ? നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ട് കയറിയ റിലേഷൻഷിപ്പാണ്, നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മള് മറ്റുള്ളവരിൽ നിന്ന് എന്ത് സാധനവും പിടിച്ചു പറിക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്നേഹമില്ലാത്ത ഒരാളെ ട്രാപ്പ് ചെയ്ത് കല്യാണം കഴിക്കുക. എന്ന് വെച്ചാല് നമ്മളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊരാളുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, പക്ഷെ നമ്മൾ അവളെ പറ്റിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള എന്തോ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ കുറെ നാളൊക്കെ സന്തോഷമായിരുന്നു, അതിനോട് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പൊ ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആണ്. കാരണം ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ല എന്നൊരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് അത് ഞാൻ ചെയ്തത് ശരിയാണോ, എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഭയങ്കര ചീത്ത അവസ്ഥയാണ്. വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല, വ്യക്തിയുടെ ഫാമിലി ആയിട്ട് വ്യക്തിയുടെ ഫാമിലിക്ക് നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളുടെ ചെലവിനൊന്നും തരുന്നില്ല. അപ്പൊ നിങ്ങളെ അവഗണിക്കുന്ന പോലത്തെ ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുമില്ല. ഇവിടെ വേർഗോ സോഡിയാക് സൈൻ വരുന്നുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ്റില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ ഇതിന്ന് പോകാൻ വേണ്ടിയിട്ട്? ഇവിടെ യെസ് ആൻഡ് നോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പക്ഷേ ഇവിടെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. മനസ്സിലായോ? നമ്മൾക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചാൽ അതിനുള്ള വഴികൾ ദൈവം കാണിച്ചു തരും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, നിങ്ങൾ ഈ മനസ്സ് ഇവിടെ തന്നെ കിടക്കാനുള്ള ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കാനുള്ള നിങ്ങളുടെ ഈ മനസ്സ്, അതാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം കളയണമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ പറയുന്ന ആ നിമിഷം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്യണം എങ്കിൽ, ഇതിലൊരു പോസിറ്റീവ് കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഈ മനസ്സ് വിട്ടുകളയുക. എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് നിങ്ങൾ മനസ്സിൽ പറയുകയാണ്. ഈ വ്യക്തി പൊക്കോട്ടെ, എനിക്ക് വേണ്ട ഈ വ്യക്തിയെ, അല്ലെങ്കിൽ ഈ അവസ്ഥ, ഇത് എന്ത് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത്, ആ അവസ്ഥയെ നിങ്ങൾ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട് എനിക്ക് പോണമെന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല, എന്ത് വിചാരിച്ചാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലുള്ള ഈ കള്ളത്തരം നിങ്ങൾ കളയുക. എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് തീരുമാനിക്കുക. അല്ലാതെ ഒരു കൈ ഇതിനകത്ത് മുറുക്കെ ചവിട്ടിയിട്ട് വെറുതെ കാല് കൊണ്ട് ഇവിടെ വല്ലം ചവിട്ടാൻ സ്ഥലം കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു സ്വഭാവമാണ്. അത് പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് കാലെടുത്തേക്കുക. എന്നിട്ട് മുമ്പോട്ടുള്ള വഴി കാണിച്ചു തരാം. നിങ്ങൾക്ക് പേടിയാണ് മുമ്പോട്ട് പോകാൻ, കുഴിയിലാണോ വീഴുന്നതെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ചാടുക. ഇതാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇതില് ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത് ഇത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. ഇവിടെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സിറ്റുവേഷൻ. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് നിങ്ങൾക്കൊരു ടെൻഷനാണ്. ദൈവം അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് മനസ്സിൽ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾക്കുള്ള വഴി തുറന്നു തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം മനസ്സിൽ തീരുമാനിക്കണം, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ എടുത്തോണ്ട് നിങ്ങൾ പതുക്കെ ഇറങ്ങണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി മുമ്പോട്ട് പോവുക, പുറത്തേക്ക് പോവുക കേട്ടോ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതെ നിങ്ങൾ കാരണം നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ അമ്മ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മുതിർന്ന ചേച്ചി ഉണ്ടാവുമായിരിക്കും. അപ്പോ നിങ്ങൾ അവരെ പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അവർക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്ന് കയറിയത്. അവരോട് സഹായം ചോദിച്ചാൽ അവര് സഹായം തരുമെന്നാണ് പറയുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരെ മെസ്സേജ് ചെയ്യുകയോ ഫോൺ ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള സാധനം, നിങ്ങളുടെ സാധനങ്ങൾ, നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് വെക്കുക. അവര് നിങ്ങളെ സഹായിക്കും, അവര് നിങ്ങളെ അറിയിക്കും എപ്പോഴാണ് ഇവര് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നതെന്ന്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടിൽ വന്ന് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ഇവരെപ്പോഴാണ് വരുന്നതെന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തോളൂ എന്നാണ് പറയുന്നത്. ടോറസ് ലീബ്ര, തയ്യാറെടുപ്പുകൾ എടുത്തോളൂ. ആദ്യം നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കരുത് വേണ്ട ഞാൻ മുമ്പോട്ട് പോവാണ്, എന്നിട്ട് അവരെ വിളിച്ചു. അല്ലാതെ നിങ്ങൾ പല പ്രാവശ്യവും അവരെ വിളിച്ചു പറഞ്ഞ് അവര് വരുമ്പോ നിങ്ങൾ മനസ്സ് മാറുന്നുണ്ട്. അപ്പൊ അവര് വെറുതെ പൊട്ടന്മാരായിട്ടാണ് വന്നു പോകുന്നത്. അത് പാടില്ല. ആദ്യം നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക എനിക്കിത് വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ വന്ന് വിളിച്ചുകൊണ്ട് പൊക്കോളും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ഗൈഡൻസ്? ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ പെരുമാറ്റത്തിനുള്ള ഗൈഡൻസ് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അതും കൂടെ നോക്കണം. കാരണം നിങ്ങളുടെ സ്വഭാവം കുറച്ചൊരു തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ പോലെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ആരും റെഡിയാകാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സ് മാറുന്ന ഒരു സ്വഭാവമാണ്, ഒരു സ്ഥിരതയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും ആൾക്കാർ വന്നു കഴിയുമ്പോ വേണ്ട ഇവിടെ തന്നെ നിന്നാ മതി എന്നൊരു ഇത് വരും. അപ്പൊ ആൾക്കാർ വരുന്ന ഒരു പൊട്ടന്മാരാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ, ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ
ഈ വ്യക്തിയെ ഒരുക്കി ഈ ഒരു അവസ്ഥയെ നിങ്ങൾ പണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഇതിലേക്ക് കയറിയപ്പോ നിങ്ങൾ വരും വരായികളെ കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങൾ വന്ന് കയറി, മറ്റുള്ളവർ നിങ്ങളോട് കയറരുതെന്ന് പറഞ്ഞിട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ പല പ്രാവശ്യം മനസ്സ് മാറ്റുന്നത്. ആൾക്കാരെ വിളിച്ചു പറഞ്ഞ് അവർ വരുമ്പോൾ നിങ്ങൾ മനസ്സ് മാറ്റുന്നത് അതുകൊണ്ടാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പാസ്റ്റിലാണ് ജീവിക്കുന്നത്. ഒരിക്കൽ ഇത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് വളരെ തിക്താനുഭവങ്ങൾ വന്നു. നിങ്ങൾക്കറിയാം ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ ആ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരണം. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സ്. പേജ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല, ഒന്നും ചെയ്യാനില്ല. ഈ അവസ്ഥ, ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയാണ്, അത് വളരെ പരിതാപകരമാണ്. അത് നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര ഇവിടെ നിന്നാലും എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറഞ്ഞു നിങ്ങളൊരു മനസ്സിലൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആളുകളുണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റിയവര്, പക്ഷെ നിങ്ങൾ അവരെല്ലാം കളിയാക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആരും നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാത്തത്, അല്ലാതെ നിങ്ങൾക്ക് ആരും ഇല്ലാത്തതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ആ തിരിച്ചറിവ്, പിന്നെ ആ ഒരു സ്ട്രെങ്ത്, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനമായിക്കോളും ഓട്ടോമാറ്റിക്കലി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇവിടെ സോഡിയാക് സൈൻ ടോറസ് ലീബ്ര കാണിക്കുന്നുണ്ട്, വെർഗോ ഉണ്ട്. വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ചു തരാൻ ഇടയാ